വിവാഹം കഴിക്കുകയാണ്. ആമിന ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പിതാവ് വഹബ് എന്നവര് പറയുകയാണ്, കുറച്ച് ദിവസം എന്താകണം, 3 ദിവസം കല്യാണം കഴിഞ്ഞിട്ടുള്ള 3 ദിവസം എന്റെ വീട്ടിൽ കഴിയണം. വല്ലാത്ത ധനാഢ്യനായിരുന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞു. 3 ദിവസം അതാ വഹബിന്റെ വീട്ടിലേക്ക് ഇങ്ങനെ ആദിരാത്രിയും തുടർന്നുള്ള 2 ദിവസങ്ങളും ഇങ്ങനെ അവിടെ ഇങ്ങനെ തുടരുകയാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ, ഏറെക്കുറെ 2 മാസം കഴിഞ്ഞപ്പോ, അൽഹംദുലില്ലാഹ് അതാ അവിടുന്ന് അബ്ദുള്ള എന്നവരതാ ഷാമിലേക്ക് കച്ചവടത്തിന് വേണ്ടി പോകാൻ വേണ്ടി തയ്യാറാകുകയാണ്. തന്റെ കൂട്ടുകാരങ്ങ് കടന്നു വന്നിട്ട് അബ്ദുള്ളാനോട് പറയുന്നു, അബ്ദുള്ള, കല്യാണമെല്ലാം കഴിഞ്ഞല്ലോ അബ്ദുള്ള, അതുകൊണ്ട് ഇനി ഒരുപാട് ചെലവുകളെല്ലാം വരുന്നതാണല്ലോ, അതുകൊണ്ട് നമുക്ക് കച്ചവടത്തിന് വേണ്ടി പോകേണ്ടേ അബ്ദുള്ള. അബ്ദുള്ള ഷാമിലേക്ക് കച്ചവടത്തിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് മഹദിയാകുന്ന ആമിന ബീബി റളിയല്ലാഹു തആല അൻഹയോട് സമ്മതം ചോദിക്കുന്നു. ആമിന, നിന്നെ ഒറ്റക്കാക്കിയിട്ട് പോകണമെന്ന് എനിക്ക് ആഗ്രഹമില്ല ആമിന, അതുകൊണ്ട് നീ സമ്മതം തരികയാണെങ്കിൽ ആമിന, ഞാൻ ഷാമിലേക്ക് കച്ചവടത്തിലേക്ക് പോകും ആമിന. അങ്ങനെ അതാ അബ്ദുള്ളാക്ക് ആമിന ബീബി റളിയല്ലാഹു തആല അൻഹ സമ്മതം കൊടുക്കുകയാണ്. സമ്മതം കൊടുത്തെന്ന് മാത്രമല്ല, ഷാമിലേക്ക് കച്ചവടത്തിലേക്ക് അബ്ദുള്ള അങ്ങ് പോകുകയാണ്. അബ്ദുള്ള പോയെന്ന് മാത്രമല്ല, അബ്ദുള്ള അവിടുന്ന് ആമിന ബീബിയുടെ കൈ ഇങ്ങനെ കോർത്ത് പിടിച്ചുകൊണ്ട് അവിടുന്ന് പറയുകയാണ്, ആമിന, കച്ചവടത്തിന് പോയിട്ടു അവിടത്തെ കച്ചവടം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ ഈ നാട്ടിലേക്ക് വരും ആമിന എന്ന് ആമിന ബീബിയുടെ കൈ പിടിച്ചുകൊണ്ടങ്ങ് പറയൂ. ആമിന ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് സമ്മതം കൊടുക്കുകയാണ്. അങ്ങനെ കച്ചവടത്തിന് പോയി. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അബ്ദുള്ള അവിടുന്ന് 2 മാസം കഴിഞ്ഞിട്ടാ തിരിച്ചു വരുന്നത്. ആ സമയത്ത് അതാ അവിടുന്ന് ആരോ വിളിച്ചു പറയുകയാണ്. അവിടുന്ന് ആരോ ഇങ്ങനെ വിളിച്ചു പറയുകയാണ്. എന്തേ വിളിച്ചു പറയുന്നതെന്നറിയോ? ഷാമിലേക്ക് കച്ചവടത്തിന് പോയ ആളുകളതാ കച്ചവടം കഴിഞ്ഞ് തിരികെ എത്തിയിട്ടുണ്ട്, തിരികെ വരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്റെ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ മുഹമ്മദുർ റസൂലുള്ളാഹി ഈ ലോകത്തിലേക്ക് ജനിച്ചു വീഴുന്നതിന്റെ മുമ്പ് തന്നെ അവിടുത്തെ പിതാവാകുന്ന അബ്ദുള്ള ഈ ലോകത്തോട് വിടവാങ്ങുകയാണ്. അവിടുന്ന് ആളുകളെ പറയുകയാണ്, ഷാമിൽ നിന്ന് കച്ചവടം കഴിഞ്ഞിട്ട് വരുന്ന കൂട്ടത്തിൽ നിന്നതാ അബ്ദുള്ള ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. ദാറുന്നാബിആ എന്ന സ്ഥലത്തേക്ക് എത്തുമ്പോ അബ്ദുള്ളക്ക് ഇങ്ങനെ പണി ബാധിക്കുകയാണ്, പണി ഇങ്ങനെ പിടിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ പനി ബാധിച്ചുകൊണ്ട്, ആ രോഗം ബാധിച്ചുകൊണ്ട് അബ്ദുള്ള ഈ ലോകത്തോട് വിടവാങ്ങിപ്പോയി. ഷാമിൽ നിന്ന് കച്ചവടം കഴിഞ്ഞിട്ട് വരുന്ന ആളുകളെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കുകയാണ്. ആമിന ബീവി തന്റെ ഭർത്താവാകുന്ന അബ്ദുള്ളാനെ ഇങ്ങനെ നോക്കുമ്പോ അബ്ദുള്ളാനെ കാണാനില്ല. അവിടുന്ന് ചോദിക്കുകയാണ്, ഐന അബ്ദുള്ള, ഐന അബ്ദുള്ള, എവിടെയാണ് അബ്ദുള്ള എന്ന് ചോദിക്കുമ്പോ അവിടുന്ന് പറയുകയാണ്, ദാറുന്നാബിആ എന്ന സ്ഥലത്തെത്തുമ്പോ അബ്ദുള്ളക്ക് രോഗം ബാധിക്കുകയോട്, അതുകൊണ്ട് അബ്ദുള്ളാനെ ദാറുന്നാബിആ
എന്ന് പറയുന്ന സ്ഥലത്തതോ അബ്ദുല്ലാനെ മറവ് ചെയ്തു പോയി. ഇതിൽ നിന്ന് നമ്മൾ ഓർക്കേണ്ട ഒരേ ഒരു ഗുണപാഠം എന്തെന്നറിയൂ, നമ്മുടെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാവാകുന്ന ആമിന ബീബി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് അബ്ദുല്ലാനെ. എന്തിനാ കാത്തു നിൽക്കുന്നെന്നറിയുമോ? ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടു, ഒരു സന്തോഷം പറയാൻ വേണ്ടിയിട്ടു ആമിന ബീബി കാത്തു നിൽക്കുകയോടു അബ്ദുള്ള 2 മാസത്തേക്ക് ഷാമിലേക്ക് കച്ചവടത്തിലേക്ക് പോയ സമയമുണ്ടല്ലോ. ആ സമയത്ത് മഹദി ആമിന ബീബിക്ക് 2 മാസത്തോളം മെനസസ് ഉണ്ടായിട്ടില്ല, ഹൈലുണ്ടായിട്ടില്ല. കാരണം എന്തെന്നറിയുമോ? മഹദി ആമിന പ്രഗ്നന്റ് ആയിരിക്കുകയാണ്. ആമിന ബീബി ഗർഭിണിയായിരിക്കുകയാണ്. ഏതൊരു പെണ്ണിന്റെയും ഒരു ആഗ്രഹമാണല്ലോ, കല്യാണം കഴിച്ചു കഴിഞ്ഞാ പിന്നെ അവളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമാണല്ലോ ഒരു കുഞ്ഞിക്കാല് കാണുക എന്നുള്ളത്, ഒരു ഉമ്മയാകുക എന്നുള്ളത്. അങ്ങനെ അതാ ഈ സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി ആമിന ബീബി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാ ദാറുന്നാബിയിൽ വെച്ചുകൊണ്ട് അബ്ദുള്ള ഈ ലോകത്തോട് വിട പറഞ്ഞ വാർത്ത അറിയുന്നത്. ആമിന ബീബി തന്റെ വയറ്റേക്ക് കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് ആമിന ബീബി അവിടെ നിന്ന് പറഞ്ഞു വെച്ച റബ്ബേ, ഇനി ആർക്ക് വേണ്ടിയാ, ഇനി ആർക്ക് വേണ്ടിയാ ഈ മോനെ ഞാൻ എന്റെ വയറ്റിൽ ചുമക്കും, ഈ കുട്ടിയെ ഞാൻ എന്റെ വയറ്റിൽ ചുമക്കുന്നത് എന്ന് ആമിന ബീബി ഇങ്ങനെ പറയവേ, ആ മോൻ ആരെന്നറിയുമോ? ഈ ലോകം തന്നെ സൃഷ്ടിച്ച് പരിപാലിക്കാൻ കാരണക്കാരനായ ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ അത് തന്നെയല്ലേ പറഞ്ഞത്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകത്തുള്ള എല്ലാവർക്കും അനുഗ്രഹനായിട്ടാണ് നബിയെ അങ്ങനെ നാം അയച്ചിരിക്കുന്നത് എന്ന് പരിശുദ്ധമായ ഖുർആൻ. ആ ആമിന ബീബി വയറ്റേക്ക് കയ്യിൽ വെച്ചുകൊണ്ട് പറയാണ്, ഇനി ആർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ചുമക്കുന്നത്? ആ കുഞ്ഞാണ് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേതാവാണ് ലോകത്തിലെ ഏറ്റവും നല്ല പിതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പിതാവ് വളർത്തിക്കൊണ്ടുവന്ന മോളാണ് മഹദി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്.